ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ലബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വെച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് ഹസൻ നസറുള്ള ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ തന്നെ ഒരു മുതിർന്ന നേതാവാണ് ഹസൻ നസറുള്ളയുടെ മരണത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 32 വർഷമായി ഹിസ്ബുള്ള ഭീകര സംഘടനയെ നയിച്ചിരുന്ന നസറുള്ളയെ ഭൂമിക്കടിയിലെ അവരുടെ താവളത്തിനുള്ളിലാണ് ഇസ്രായേൽ വകവരുത്തിയത്. തുടർന്ന് ഇസ്രായേൽ സൈന്യം ലബനോനിലേക്ക് കടന്നുകയറി ശക്തമായ ആക്രമണമാണ് നടത്തിവന്നത്. കഴിഞ്ഞ വർഷം നവംബർ 27-നാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിനായി ധാരണയാകുന്നത്. അതുവരെയും ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നടപടി ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഹിസ്ബുള്ളയുടെ മുതിർന്ന സുരക്ഷാ നേതാവായ വഫീഖ് സഫയാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൗദി അറേബ്യൻ ചാനലാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ബെയ്റൂട്ടിലെ ഭൂമിക്കടിയിലുള്ള സുരക്ഷാ താവളത്തിലിരുന്നുകൊണ്ടാണ് ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ അന്ന് നിയന്ത്രിച്ചിരുന്നത്. നസറുള്ളയെ വധിക്കാനായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഒരാളെ നിയോഗിച്ചിരുന്നതായും ഇയാൾ ഹസ്തദാനത്തിലൂടെ നസറുള്ളയുടെ ശരീരത്തിൽ ഒരു രാസവസ്തു കയറ്റിവിട്ടതായും റിപ്പോർട്ട് പറയുന്നു. മൊസാദിന്റെ ഏജന്റ് ഇറാൻ പൗരനായിരിക്കാമെന്ന സാധ്യതയാണ് ഉള്ളതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നസറുള്ളയുടെ കയ്യിൽ പുരട്ടിയ രാസവസ്തുവിനെ സെൻസറോ അല്ലെങ്കിൽ വളരെ താണുപറക്കുന്ന ഡ്രോണോ ഉപയോഗിച്ച് മനസ്സിലാക്കി ട്രാക്ക് ചെയ്താണ് നസറുള്ളയുടെ ഒളിത്താവളം കണ്ടുപിടിച്ചതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ലബനനിൽ എങ്ങും ശക്തി കൂടിയ ക്യാമറകളും സെൻസറുമുള്ള ഡ്രോണുകൾ നിയോഗിച്ചിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നസറുള്ളയെ കണ്ടെത്താനും വകവരുത്താനും കഴിഞ്ഞു. ഹിസ്ബുള്ള തലവനെക്കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ഭൂമിക്കടിയിലെ രഹസ്യതാവളത്തിൽ ഉണ്ടെന്ന കാര്യവും ഒരു ഇറാൻകാരനായ ഇസ്രായേൽ ചാരനാണ് ചോർത്തിക്കൊടുത്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ. ഇയാൾ നസറുള്ളയുടെ വിശ്വസ്തനായിരുന്നു എന്നും പറയപ്പെടുന്നു. വൻ പ്രഹരശേഷിയുള്ള ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ വ്യോമസേന ഹസൻ നസറുള്ളയെയും അനുചരന്മാരെയും കൊന്നുതള്ളിയത്. അമേരിക്കൻ നിർമ്മിതമായ ഇത്തരത്തിലുള്ള 6 ബോംബുകളാണ് ഭൂമിക്കടിയിലുള്ള ഹിസ്ബുള്ള താവളം ആക്രമിച്ചു തകർക്കാനായി ഇസ്രായേൽ ഉപയോഗിച്ചത്. നസറുള്ളയ്ക്കൊപ്പം 20ഓളം ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാക്കന്മാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.